അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് കൊല്ലങ്കോട്ടേക്കാണ്. ഓൾമോസ്റ്റ് നമ്മൾ പാലക്കാട് കഴിഞ്ഞ് കൊല്ലങ്കോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു യാത്ര പോകുന്നത്. ഞങ്ങൾ ഏകദേശം രാവിലെ 9 മണിയോടാണ് അവിടെ എത്തിച്ചേർന്നത്. അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിലും ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും പോകണം എന്നുള്ളൊരു നിലക്കാണ് നമ്മളവിടെ പോയത്. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. വെള്ളരിമേട് വാട്ടർഫാൾസ്, അതുപോലെ സീതാർകുണ്ട് വാട്ടർഫാള്, പിന്നെ കുറച്ച് അവിടുത്തെ ഗ്രാമ ഭംഗി അത്രയും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇനി അവിടെ സ്ഥലങ്ങൾ കുറെ കാണാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ പെട്ടെന്ന് പോന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചെല്ലഞ്ചേട്ടന്റെ ചായക്കട. ഒരുപാട് നിങ്ങൾ യൂട്യൂബിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കട വളരെ ഫേമസ് ആണ്. ഈ കൊല്ലങ്കോട് ഭാഗത്ത് വന്ന് പോകുന്നവർ എന്തായാലും സന്ദർശിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീതാർകുണ്ട് വാട്ടർഫാളാണ്. ഇവിടേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. വെള്ളരിമേടിനെ അപേക്ഷിച്ച് ഇത് ഭയങ്കര സിമ്പിളുമാണ്. വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ഒരുപാട് കാട്ടിലൂടെ കുറേ സഞ്ചരിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അത്രയാണ് ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വയലുകളൊക്കെ നെൽകൃഷി ആരംഭിച്ചത്, അതായത് ഞാറ് നട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗി കൂടും. ഞങ്ങളിപ്പോൾ ഈ നടുന്ന സമയത്ത് വന്നുകൊണ്ട് ഇവിടെ ചെറുതായിട്ട് പച്ചപ്പും കാര്യങ്ങളുണ്ട്. ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ സംഭവം ഒന്നും കൂടി കാണാൻ ഭംഗിയുള്ളൊരു കാഴ്ചയാവും. ഇതൊക്കെ കൊണ്ടാണ് നമ്മളുടെ ഈ ഒരു കൊല്ലങ്കോട് എന്ന് പറയുന്നൊരു ഗ്രാമം ഇന്ത്യയിൽ തന്നെ 10, അതായത് അതിമനോഹരമായ 10 ഗ്രാമങ്ങളിലൊന്നായി അംഗീകരിക്കപ്പെട്ടതിന് ഒരുപാട് കാരണങ്ങളുള്ള ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് കാഴ്ചകളാണ്. ഒരു വൺ ഡേ ട്രിപ്പിന് വരാൻ പറ്റിയ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കൊന്ന് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ പോലെ പാലക്കാട് ജില്ലക്കാർക്ക് പെട്ടെന്ന് അതും ചിലവ് കുറഞ്ഞ രീതിയിൽ വന്നു പോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്.